നമസ്കാരം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അപേക്ഷിച്ചവർക്ക് ഇരുട്ടടിയായി ഗതാഗത മന്ത്രിയുടെ വിചിത്ര നിർദ്ദേശം. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താവൂ എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന RTOമാരുടെ യോഗത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് നിർദ്ദേശം നൽകിയത്. നിലവിൽ 150 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് നടത്താറുണ്ട്. ഇതാണ് 50ലേക്ക് ചുരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ അപേക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തതയില്ല. ഇങ്ങനെ വിചിത്രമായ നിർദ്ദേശമാണ് മന്ത്രി ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത്. മന്ത്രിയുമായി അസ്വാരസ്യം തുടരുന്ന ഗതാഗത കമ്മീഷണർ RS ശ്രീജിത്ത് യോഗത്തിൽ പങ്കെടുത്തില്ല. ഗതാഗത സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തില്ല. നിർദ്ദേശം എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ഉദ്യോഗസ്ഥർ. മെയ് 1 മുതൽ പുതിയ ടെസ്റ്റ് രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് 30 പേർക്ക് മാത്രമാണ്. ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും? ടെസ്റ്റ് 30 ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് മറ്റൊരു വിചിത്ര നിർദ്ദേശം. ആദ്യമായി വിളിച്ച ഉദ്യോഗസ്ഥ യോഗത്തിലാണ് നാളെ മുതൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് RTOമാർക്കുള്ള നിർദ്ദേശം. സാധാരണ 100 മുതൽ 180 പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ്. ഇത് 50 ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും? അതിനെന്ത് മാനദണ്ഡമുണ്ടാകും? ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ല. മെയ് 1 മുതലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിലെ നിർദ്ദേശങ്ങളോട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സഹകരിക്കുന്നില്ല. മന്ത്രിയുടെ നിർദ്ദേശത്തോട് നിസ്സഹരിക്കുന്ന സ്കൂൾ ഉടമകളെ സമ്മർദ്ദത്തിലാക്കാനാണ് പുതിയ നിർദ്ദേശമെന്നാണ് വിലയിരുത്തൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ എടുക്കാൻ സാധ്യതയുണ്ട്. അവസാന ട്രിപ്പ് മുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെയും റോഡ് വികസന കരാർ ഏറ്റെടുത്ത കമ്പനികളുടെ വാഹനങ്ങൾ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകി. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലറുകൾ തിരുത്താൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. അതോടൊപ്പം ഇനി മന്ത്രി കണ്ട് അംഗീകാരം നൽകുന്ന സർക്കുലർ മാത്രമേ ഗതാഗത കമ്മീഷണർ ഇറക്കാവൂ എന്നും അറിയിച്ചു. ആന്റണി രാജു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായത്. എന്നാൽ ഇതിനുശേഷം എടുത്ത പല തീരുമാനങ്ങളും നടത്തിയ പ്രസ്താവനകളും വിവാദമായിരുന്നു. ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്നതടക്കമുള്ള വാക്കുകൾ വലിയ വിവാദവും സൃഷ്ടിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഉടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ H മാത്രം മതിയായിരുന്നു. ഇനി വെറും H അല്ല എടുക്കേണ്ടത്. ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, കയറ്റത്ത് നിർത്തുന്നതും പുറകോട്ടെടുക്കുന്നതും കൂടി ഗ്രൗണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാതെ റോഡിൽ തന്നെ നടത്തണം. ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടായിരിക്കണം. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. പരിഷ്കരിച്ച ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ട് എവിടെ എങ്ങനെ തയ്യാറാക്കുമെന്നത് മോട്ടോർ വാഹന വകുപ്പിനും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരേപോലെ വെല്ലുവിളിയാണ്. അതേസമയം KSRTCയിൽ മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പരിഷ്കാരങ്ങളും വിജയം കണ്ടിരുന്നു. 2 ജില്ലകളിലെ ഒരു ദിവസം കൊണ്ട് മാത്രം 3.66 ലക്ഷം രൂപ ലാഭിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു KSRTC റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കിയത്. കൊല്ലം ജില്ലയിൽ 1,90,542 രൂപയും പത്തനംതിട്ട ജില്ലയിൽ 1,75,804 രൂപയുമാണ് റൂട്ട് റാഷണലൈസേഷനിലൂടെ ഒരു ദിവസം മാത്രം ലാഭിക്കാൻ കഴിഞ്ഞെന്ന് KSRTC അറിയിച്ചിരുന്നു. യാത്രക്കാർ കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്ത് കൂടുതൽ സർവീസ് നടത്തിയാണ് റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയത്.